പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ശാരികയ്ക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത്. ഞാനൊരു പ്രൊഫഷണലാണ്. നീ ഒരു ഷോ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണു സുധിക്ക് ഒരുപാട് ഫാൻസ് കൂടി. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് രേണു സുധി എന്നോട് നന്ദി പറയണ്ടേ? നന്ദി താങ്ക്സ് എന്ന് പറഞ്ഞതാ. രേണു സുധി നന്ദി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയണത്. രേണു സുധി എവിടെ പറഞ്ഞു? നന്ദി പറയുന്നില്ല എന്നാ പറഞ്ഞത്. രേണു സുധി അവിടെ പോപ്പുലർ ആവാൻ കാരണം ശാരികയാണെന്നാണോ ശാരിക വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇറ്റ്സ് എ ഫാക്ട്. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ മൊമെന്റ് വരെയും രേണു സുധിയെ നന്മ പറഞ്ഞ ഒരാൾ പോലും ഇല്ല. അതായത് ഫേമസ് ആയിട്ടുള്ള കമന്റുകൾ മുഴുവൻ തെറി കമന്റുകളായിരുന്നു. രേണു സുധി മെന്റൽ ഹെൽത്ത് സ്ട്രഗിൾ ചെയ്ത് അവിടെ ഞാൻ കരയിച്ചോ? രേണു സുധി കരഞ്ഞോ? രേണു സുധി ചിരിച്ചോണ്ടാണ് എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്ത്. നിങ്ങൾ കണ്ടില്ലേ? രേണു സുധിയുടെ കഴിവ് സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. അപ്പൊ എന്താ എനിക്ക് കഴിവില്ലേ? അത് ഞാൻ പറഞ്ഞില്ല, അത് ശാരിക സ്വയം ചോദിക്കേണ്ട ചോദ്യം. എനിക്ക് ആ ഹാബിറ്റ്സ് ഇല്ല. എന്റെ അടുത്ത് നമ്പർ ഒന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. കാര്യങ്ങൾ വ്യക്തതയോടെ സ്ട്രെയിറ്റ് ആയിട്ട് പറയൂ. സൈക്കോളജിസ്റ്റിനെ പോലെ എന്നോട് സംസാരിക്കാതിരിക്കും. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, അപ്പൊ എനിക്ക് സൈക്കോളജിസ്റ്റിനെ പോലെ അല്ലേ സംസാരിക്കാൻ. നിങ്ങളുടെ പേഷ്യന്റിനോട് പോയി സംസാരിക്കും. ഞാൻ നിങ്ങളുടെ പേഷ്യന്റ് അല്ല. എന്റെ ഡാഡി ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. ഡോക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് ഡോക്ടർ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എന്റെ രീതിയിൽ ഉത്തരങ്ങളെ പറയത്തുള്ളൂ. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള ഹോട്ട് സീറ്റിൽ നിങ്ങളോട് മറുപടി പറയാനായിട്ട്. ശാരിക എഴുന്നേറ്റ് പോക്കോളൂ. ഞാൻ എഴുന്നേറ്റ് പോകും. ഇങ്ങനെയുള്ള ഹോട്ട് സീറ്റ് കാണാൻ നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരും എങ്ങനെയാ ഹോട്ട് സീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് താല്പര്യമില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അവനെന്താ ഗുണ്ടേ? എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി. ഇനി എന്നെ കുത്തുവാ കുറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ശാരിക കരയാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംസാരിച്ചത്? അയ്യേ, ആര് കരഞ്ഞ്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് നിങ്ങളുടെ തോന്നല. അതൊക്കെ എനിക്കറിയാം പോലും. അതിന് ഇച്ചിരി പുളിക്കും. ഞാൻ ക്യാമറ മുമ്പിൽ ഒരു കാലത്തും കരയാൻ പോകുന്നില്ല. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. നിങ്ങളുടെ ചിരി ആദ്യം ഒന്ന് നിർത്തും. എനിക്ക് തീരെ പിടിക്കുന്നില്ല ഏട്ടാ നിങ്ങളുടെ ചിരി. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.